അടുത്തത് കേറിവാടാ മക്കളയിൽ മൂന്നാമത്തെ ചോദ്യം. ബാലകൃഷ്ണൻ ശങ്കരാടിയുടെ കയ്യിൽ നിന്നും വാങ്ങി വിഴുങ്ങുന്ന പേപ്പർ എന്തിൻ്റെയാണ്? ജോലിയുടെ അപ്പോയിൻമെന്റ് ഓർഡർ, ജോലി വേണ്ട എന്ന് ഗോപാലകൃഷ്ണൻ ഒപ്പിട്ട പേപ്പർ, ജോലി വേണ്ട എന്ന് താൻ തന്നെ ഒപ്പിട്ട പേപ്പർ. ബാലകൃഷ്ണൻ ശങ്കരാടിയുടെ കയ്യിൽ നിന്ന് വാങ്ങി വിഴുങ്ങുന്ന പേപ്പർ എന്തിൻ്റെയാണ്? ജോലി അപ്പോയിൻമെന്റ് ഓർഡർ, ജോലി വേണ്ട എന്ന് ഗോപാലകൃഷ്ണൻ ഒപ്പിട്ട ഓർഡർ, ജോലി വേണ്ട എന്ന് താൻ തന്നെ ഒപ്പിട്ട ഓർഡർ. ഓപ്ഷൻ സി. ഈ സിനിമ കണ്ടാണോ? അതെ സർ, എത്ര പ്രാവശ്യം കണ്ടു? കുറേ വട്ടം കണ്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇത് പറഞ്ഞിരിക്കണം. ഓപ്ഷൻ സി, ജോലി വേണ്ടെന്ന് താൻ തന്നെ ഒപ്പിട്ട പേപ്പർ. അതെ അതെ, എടുത്തിട്ട് പൂട്ടിയിരിക്കാന്. കൂട്ടി. അല്ല ഇപ്പൊ എന്ത് ചെയ്യാനാ? കാരണം ചുമ്മാ ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങള് അല്ലേ? ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എടുത്തിട്ട് പൂട്ടാതെ പിന്നെ എന്ത് ചെയ്യും? പൂട്ടി അടിച്ചില്ല കളയണം. അതെ അതെ. അപ്പൊ സുമേഷ് നീ ഒരു പാട്ട് പാടി. കാരണം ഇതൊക്കെ തുറക്കണമെങ്കിൽ ഒരു രണ്ടുപേരും പുളിയാലേ പറ്റത്തുള്ളൂ. തീർച്ചയായും. ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം, ഗുക്കുമ്മ പടപാണ്ടി താളം കുടമാറ്റം കാണാൻ അരയാലിൻ മേലമ്പിളി. ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം, കുക്കുമ്മ പടപാണ്ടി താളം കുടമാറ്റം കാണാൻ അരയാലിൻ മേലമ്പിളി. വയലേലയിൽ കിളിക്കൂട്ടമായി കതിരുണ്ണുവാൻ വന്നുപോയി, പുഴമീനുകൾ തെളിനീരിലായി കളിച്ചൊല്ലി നീങ്ങുന്നു. പഴയ കാലങ്ങളെങ്ങോ പടിമറയുവതിനി വരുമോ? ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം, കുക്കുമ്മ പടപാണ്ടി താളം കുടമാറ്റം കാണാൻ അരയാലിൻ മേലമ്പിളി. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു. കുറെ വർഷത്തിന് ശേഷം എനിക്ക് ഒരു നല്ല പാട്ട് കിട്ടിയത്. ഇത് 4 മ്യൂസിക്സ് എന്ന് പറഞ്ഞ് ബിബി, ജിമ്മ്, സാമ്, എൽദോ അങ്ങനെ കുറച്ച് പേരുണ്ട്. എന്തായാലും നന്നായിട്ട് പാടി. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സി, ജോലി വേണ്ട എന്ന് താൻ തന്നെ ഒപ്പിട്ട പേപ്പർ. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 1000 രൂപ വീണ്ടും നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തിച്ചേർന്നു. ഓക്കെ, കേറിവാടാ മക്കളയിൽ നാലാമത്തെ ചോദ്യം. ഏറ്റവും വിശപ്പുള്ള രാജ്യം. ഓപ്ഷൻ ഇല്ല. ഏറ്റവും വിശപ്പുള്ള രാജ്യം. നോ ഓപ്ഷൻസ്. ചോദിക്കാം. ചോദിച്ചോളൂ. ആ ജനറൽ നോളജ് അറിയാവുന്ന ആളുകൾ. ഏറ്റവും വിശപ്പുള്ള രാജ്യം. ഉത്തരം ഹംഗറിയാണ് സർ. ഹംഗറി. ഇത് കുസൃതി ചോദ്യമാണ് കേട്ടോ. ഇതിന് പൈസയൊന്നും ഇല്ല, വെറുതെ തമാശന് ചോദിച്ചാ. അപ്പൊ ഈ ജനറൽ നോളജ് എന്ന് പറഞ്ഞ ഇത് വട്ടാക്കുന്ന ചോദ്യം, അതും അറിയാല്ലേ? അതെ, നമ്മുടെ നോക്കിയ എന്ന് പറയുന്ന മൊബൈൽ ഫോണിന്റെ നിർമ്മാണം ഹംഗറി എന്ന് പറയുന്ന രാജ്യത്തായിരുന്നു. ഫിൻലാൻഡ്. ഫിൻലാൻഡ്, ഹംഗറി രണ്ട് രാജ്യത്തും ഉണ്ടായിരുന്നു. കൂടുതൽ പെർസെന്റേജ് ഫിൻലാൻഡിൽ നിന്നും ആയിരുന്നു, ഹംഗറിയിൽ നിന്നും ഉണ്ടായിരുന്നു. അങ്ങനെയാണ്. ഇതുപോലൊരു ചോദ്യം സുമേഷിന്റെ അടുത്ത് ചോദിക്കാവോ? ഇതുപോലൊരു ഒരു സുഡാപ്പി ചോദ്യം പെട്ടെന്ന് ചോദിക്കാൻ പറഞ്ഞു കഴിഞ്ഞാല് കിട്ടുന്നില്ല. കാരണം ബുക്ക് വേണോ? ബുക്കല്ല, കൂടുതൽ ജനറൽ നോളജ് ആയതുകൊണ്ട് കുസൃതി ആയിട്ടൊന്നും വരുന്നില്ല സാർ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ സീരിയസ് ആയിട്ടൊരു ചോദ്യം ചോദിക്കും. സീരിയസ് ആയിട്ട് ഇന്ത്യയുടെ കണ്ണുനീർ തുള്ളി എന്നറിയപ്പെടുന്ന രാജ്യം. നിങ്ങൾക്ക് അത് തന്നെ വേണം, വിളിച്ചോണ്ട് വന്നിട്ട് പണി തന്നില്ലേ. ഇന്ത്യയുടെ കണ്ണുനീർ തുള്ളി എന്ന് പറയുന്ന രാജ്യം MS വിശ്വനാണോ? പുള്ളി അങ്ങനെ പറയും, കണ്ണുനീർ തുള്ളിയെ ശ്രീയോടുപമിച്ച് കാവ്യഭാവനെ. അറിയോ? ഇവിടെ ആർക്കും അറിഞ്ഞൂടാ? പറഞ്ഞു. ശ്രീലങ്കയാണ് സാർ ഉത്തരം. ശ്രീലങ്ക. എനിക്കറിയാം, ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. അതെന്താ അങ്ങനെ പറയുന്നത്? ശ്രീലങ്ക അത് നമ്മൾ മാപ്പ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ ഡ്രോപ്പ് പോലെയാണ് ശ്രീലങ്ക കാണുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ. അത് മാപ്പിന്റെ ഏറ്റവും മേളിൽ നോക്കിയാലാണ് ഒരു ഡോട്ട് പോലെ കാണുന്നത്. കുറച്ച് ഈ ചോദ്യം ക്രിയേറ്റ് ചെയ്ത ആള് ചിലപ്പോൾ മോളിൽ നിന്നായിരിക്കും നോക്കിയത്. വേറെ എന്തെങ്കിലും പണി അറിയാവോ? വേറെ ഒന്നും അറിയത്തില്ല സാർ, അത്യാവശ്യം പാട്ടൊക്കെ പാടും, അത്രയൊക്കെ ഉള്ളൂ. എങ്കിൽ അവിടെ ഇരുന്നോ, ഞാൻ ഇവിടെ ചോദിക്കട്ടെ. നാലാമത്തെ ചോദ്യം ചോദിക്കാം. കേറിവാടാ മക്കളയിൽ ശരിക്കുള്ള നാലാമത്തെ ചോദ്യം. ഏത് നാട്ടിലെന്ന് പറഞ്ഞാണ് ഗോപാലകൃഷ്ണൻ അമ്മയെ ഫോൺ വിളിച്ച് പറ്റിക്കുന്നത്?
എ കൽക്കട്ട, ബി ബോംബെ, സി മദ്രാസ്. സാർ അത് അവരോട് ചോദിച്ചു. എ കൽക്കട്ട. അത് നോക്കിയല്ലേ പറയുന്നേ? എ കൽക്കട്ട. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സാധനം നോക്കിയിട്ടല്ലേ? അല്ല, ഇത് ഗൂഗിൾ പേ എടുത്ത് വെച്ചിരിക്കുവായിരുന്നു. ഗൂഗിൾ പേ. ഓ, പൈസ വന്നോ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ? വന്നു സാർ വന്നു. ഒന്ന് കാണിച്ച്. അതെ അതെ. അപ്പോൾ കൽക്കട്ട എന്ന ഉത്തരമാണ് അദ്ദേഹം പറഞ്ഞത്. ചേരുന്നുണ്ടോ? ബോംബെ മദ്രാസ് ആണെന്ന് ആലോചിച്ചോണം. അങ്ങേർക്ക് ജനറൽ നോളജ് ഉണ്ടെന്നൊക്കെ വലിയ പപ്പുള്ളായിട്ടിരിക്കുകയാണ്. ഇല്ല, അതെ അറിയാം. ഓക്കെയാ ആണോ? അതെ. അപ്പോൾ കൽക്കട്ട. അതെ അതെ. കൽക്കട്ട ഞാൻ എടുത്തിട്ട് പൂട്ടി. അപ്പോൾ കൽക്കട്ട ആണ് പറഞ്ഞിരിക്കുന്നത്. കൽക്കട്ട ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. 1000 രൂപ കൂടി ചേർത്ത് 4000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു. സുമേഷിന്റെ ഹോബീസ് എന്തൊക്കെയാണ്? ഈ പാട്ട് മാത്രമേ ഉള്ളൂ? ഭാര്യ പറഞ്ഞ പോലെ ഈ പാട്ട് മാത്രം, കാലത്ത് എണ്ണീറ്റ് പാട്ട്, ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതിന് പാട്ട്, അല്ലാതെ എന്തൊക്കെ അറിയാം? എൻ്റെ പൊന്ന് സാറേ, അല്ല ഒന്നും അറിയത്തില്ല. അതാണ് എൻ്റെ ഇപ്പോൾ എനിക്കൊരു ഐ പ്രോബ്ലം കൂടെ ഉണ്ട് സാറേ. അപ്പോൾ അറിയാം. അപ്പോൾ ഇതേ എന്നെ കൊണ്ട് കമ്പ്യൂട്ടർ അങ്ങനെയുള്ള പരിപാടികളൊന്നും പറ്റത്തുമില്ല. എല്ലാം കേട്ട് പഠിക്കുക. അതെ അതെ അതെ. കണ്ണിനുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ലേ? ഇപ്പം അത് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കും സാർ, മധുര അരവിന്ദ് ആശുപത്രിയിൽ. എങ്ങനെയുണ്ട്? ഒരു 10 വർഷത്തെ ഗ്യാരണ്ടി ഇനി നിലവിലുള്ള കാഴ്ചയ്ക്ക് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥനയാണ് നമ്മുടെ, അതെ സാർ, തീർച്ചയായും നമ്മുടെ മനസ്സിന്റെ വികാരം, അല്ലെ മനസ്സിനുള്ളിനകത്തുള്ള തീയാണ് നമ്മളെ ജ്വലിപ്പിക്കുന്നത്. അതെ അതെ. അപ്പോൾ അത് സംഗീതം മാത്രമല്ല, ദൈവത്തിലും കൂടെ വിശ്വസിക്കുക. തീർച്ചയായും. ഓക്കെ.